ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പോൾ ഉള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ രാമക്കൽമേട് നമ്മൾ ആദ്യം ആമപ്പാറ പോയി, ആമപ്പാറയ്ക്ക് ശേഷം നമ്മൾ രാമക്കൽമേട് വ്യൂ പോയിന്റിലും പോയി കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ജീപ്പിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്യാമാണ്. അപ്പോൾ നമ്മളതാ ഇപ്പം വീണ്ടും ഇവിടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ് സെഷനിലോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന റൂട്ടല്ല ഇതിപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് രാമക്കൽമേട് എക്കോ ടൂറിസം പോയിന്റിലോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന റൂട്ടല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ് റൂട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഈ റൂട്ടിൽ കൂടെ ജീപ്പ് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റൂട്ട് കുറേ നാളായിട്ട് ജീപ്സ് ഒന്നും പോകാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കുറേ നാളിന് ശേഷം നമ്മളിത് ഇപ്പോൾ ഒരു വെറൈറ്റി ഓഫ് റോഡിങ് ഒരു ജീപ്പ് സഫാരി ഇതിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഇതില്ല, രണ്ടുപേരല്ലേ ഉള്ളൂ. അതിന് ഇതൊരു പോവാന്ന് പറഞ്ഞു. ഓവർലോഡാണെങ്കിൽ ഇതൊരു പോക്ക് പറ്റത്തില്ല. ഇവിടൊക്കെ സിമ്പിളാണ്. ആഴോട്ട് ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം അല്ലേ ആവുന്നത്. ഇങ്ങനെ അല്ലേ. ഞാൻ മറ്റേ പുള്ളിയോട് ചോദിച്ചത് എനിക്കൊരു വീഡിയോ കിട്ടുവാണെങ്കിൽ ഇട്ടിട്ട് ചളി അല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇറങ്ങിയിട്ടില്ല, ഈപ്പാടൊന്നുമില്ല. അതെ, എന്തോ കാട്ടുപന്നി. ഇവിടെ കൂടെ കുറേ നാളായിട്ട് വണ്ടിയൊന്നും പോവാതെ ആ കുറ്റി പുല്ല് നടുക്ക് വളർന്നു നിൽക്കുന്ന ഹൈറ്റ് കണ്ടില്ലേ. ശരിയാട്ടാ, വണ്ടി പോവാതെ പോകുന്നില്ല. വണ്ടി ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇറക്കത്തില്ല. എന്ന് വെച്ചാൽ ആള് കൂടുതലും അതെ അതെ ഹെവി റിസ്ക് ആയി. മഴയായിട്ട് താഴെ എങ്ങനെ ഒലിച്ച് കിടക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത്തിരി വെയിലടിച്ച് ഒന്ന് മണ്ണൊക്കെ ഒന്ന് പതിഞ്ഞു. ഇപ്പൊ നല്ല വിഷയം വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട അവസ്ഥ അതല്ല. താഴെ റോഡ് ഒലിച്ചു പോയിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയാം. ഓ, അതറിയാൻ പറ്റില്ല. അയ്യോ, ഇതൊന്നും കുഴപ്പമില്ല. താഴെ
അതായത് ഒരു വഴിയുണ്ട്, അത് ഒലിച്ചു പോയെങ്കിൽ പണി കിട്ടും. ഒലിച്ചു പോയിട്ടുണ്ട്, കുറച്ച് ഒലിച്ച് പോയിരിക്കണം അല്ലേ? കുറച്ച് പോയി. ഒലിച്ച് പോയിരിക്കുന്നല്ലേ? ആ കൊറേ പോയിരിക്കുന്നു. നല്ല മഴയായിരുന്നു. ഇവിടെ എങ്ങനെയാ നോക്കട്ടെ. അയ്യോ ഞാൻ ഓർത്തില്ല അത്ര അവിടെ ഒലിച്ചു പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ര പ്രതീക്ഷക്കാർ ഒലിച്ചു പോയി. ഇവിടെ എല്ലാം നല്ല രീതിയിൽ. അയ്യോ അവിടെ ഒലിച്ച എന്നാ മഴയത്ത് നമ്മള് എന്താ അപ്പുറത്തൊരു തോടുണ്ട്. തോടിടെ കടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് മേലെ അവിടെ അടി ഇടിക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ അടി ഇടിക്കാൻ കൂടുതൽ ചാൻസാണ്. ജീപ്പിന് തന്നെ ഇതെല്ലാം പറ്റുള്ളൂ. എവിടെയും കേറി പോവാൻ ജീപ്പ്. അതാ മറ്റത് ഓ ശരിയാ. അമ്മേ വേണ്ട അവിടെ ഇതാണ് അപ്പം രാമക്കൽമേട് എക്കോ ടൂറിസം. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ ഒരു അടിപൊളി ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ കേസ്. അങ്ങനെ നമ്മൾ ഇപ്പൊ രാമക്കൽമേട് എക്കോ ടൂറിസം പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. അപ്പൊ നമ്മളത് ഇപ്പൊ ടിക്കറ്റ് എടുത്ത് നമ്മളത് ഭാഗത്തോട്ട് കയറുകയാണ് കേട്ടോ. എന്താ എൻ്റെ അത് ഫാസ്റ്റ് പറ. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് രാമക്കൽമേട് എക്കോ ടൂറിസം പോയിന്റിൽ റീസെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറവൻ കുറത്തി സ്റ്റാച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബേർഡിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വാച്ച് ടവർ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ജീപ്പ് സഫാരിയൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വന്ന് നമുക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രാമക്കൽമേട് എക്കോ ടൂറിസം പോയിന്റിലോട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജേർണി അപ്പോൾ ഇന്ന് വൈൻഡ് അപ്പ്
ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ബൈക്ക് റൈഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി നമ്മളൊരു വെറൈറ്റി പ്ലേസിലോട്ടാണ് ഇത് കഴിഞ്ഞാൽ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.